അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു ക്രീമി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. 2 കപ്പ് പാല് അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി അലിയുന്നത് വരെ ഇളക്കുക. 1/2 കപ്പ് പാല് നമ്മൾ വേറെ മാറ്റി വയ്ക്കണം. 2 കപ്പ് പാലിലേക്കാണ് പഞ്ചസാര ഇട്ട് അടപ്പത്ത് വയ്ക്കേണ്ടത്. 1/2 കപ്പ് പാല് മാറ്റി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് അത് മാറ്റി വയ്ക്കണം. ഇത് തിളച്ച് തുടങ്ങുമ്പോഴാണ് അത് ഇതിൻ്റെ അകത്തേക്ക് യോജിപ്പിക്കേണ്ടത്, ഇട്ട് കുറുക്കിയെടുക്കേണ്ടത്. ഇത് കട്ടയില്ലാതെ നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ പാലിൽ 1/2 കപ്പ് പാലിൽ കലക്കി വയ്ക്കണം. ഈ തിളച്ച് വരുന്ന ആ പാലിലേക്ക് ഒരു 1/4 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കണം. പഞ്ചസാര നമ്മൾ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരും, ഒരു 1/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് അടി ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ അടി കട്ടിയുള്ള പാത്രത്തിൽ അടപ്പത്ത് വയ്ക്കണം. ഇത് തിളച്ച് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ചേർത്ത് പാല് ഇതിലേക്ക് ചേർക്കേണ്ടത്. ചെറിയ തീയിൽ വെച്ച് വേണം കുറുക്കിയെടുക്കാൻ. നമ്മളിത് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് കുറുകി വരും. എന്നാലും ഇതൊരു 4-5 മിനിറ്റ് ഇത് തിളച്ചാലും കുറുക്കി എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും കസ്റ്റാർഡ് പൗഡറിൻ്റെ. അത് ശരിക്കും പോകണമെങ്കിൽ ഒരു 4-5 മിനിറ്റും കൂടെ തിളപ്പിക്കണം. അത് തിളപ്പിച്ച് ചെറിയൊന്ന് ശരിക്കും അടി ചേർത്ത് ഇളക്കി തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. നമ്മൾ ഫ്രൂട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഫ്രൂട്ട്സ് ഇറക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊരു ഷുഗർ സിറപ്പ് തിളപ്പിക്കണം. 1 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് 3 ഏലക്കായും 1 കഷ്ണം കറുവപ്പട്ടയും ചതച്ച് ഇടുക. ഇത് നന്നായി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നൂൽപ്പരുവൊന്നും ആവണ്ട, നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചൂടാറാൻ മാറ്റി വയ്ക്കണം. നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും ഞാൻ എൻ്റെ കയ്യിൽ അനാറ്, ആപ്പിള്, പിന്നെ ഇത് ബനാന, ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു പൈനാപ്പിളിൻ്റെ കുറച്ച് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഒരിക്കലും നമ്മൾ പച്ചന തന്നെ അരിഞ്ഞ് ചേർക്കരുത്. പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അടപ്പത്ത് വെച്ച് ചെറിയ തീയിൽ ഒന്ന് ചെറുതായി വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഗ്രേപ്സ് ഉണ്ടെങ്കിൽ ഗ്രേപ്സ് കട്ട് ചെയ്ത് ചേർക്കാൻ. എൻ്റെ കയ്യിൽ ഗ്രേപ്സ് ഇല്ലായിരുന്നു, ബാക്കിയുള്ള ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈനാപ്പിൾ മാത്രം ഒരു സ്പൂണോ 1.5 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി വേവിച്ചിട്ട് അത് ചൂടാറാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ നല്ല തിളച്ച ഒരു ചൂടുണ്ടല്ലോ, നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങി കഴിഞ്ഞാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് തണക്കും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. അതുപോലെ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നല്ല തിക്ക് ക്രീം. ഫ്രഷ് ക്രീം ആയാലും ചേർത്താൽ മതി, ഇത് തിക്ക് ക്രീമാണ് ചേർത്തേക്കണേ. 3 ടേബിൾ സ്പൂൺ തിക്ക് ക്രീം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതില്ലാത്ത പക്ഷം നമുക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. കുറച്ച് ഫ്രഷ് ക്രീം നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക. ഇതിൽ കട്ടയില്ലാതെ ഇളക്കുക. ഇനിയിപ്പോൾ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സിയിൽ ഇത് അടിച്ചെടുക്കും. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക്, ഫ്രൂട്ട്സ് ഇട്ട് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഊറ്റി വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും പൈനാപ്പിൾ വേവിച്ചതും എല്ലാം അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. ഞാനിതിൻ്റെ അകത്ത് മാംഗോ, അനാറ്, ആപ്പിള് എല്ലാം ചേർത്തിട്ടുണ്ട്. അതെല്ലാം ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. മിക്സിയിൽ നന്നായി എടുത്ത ഈ കസ്റ്റാർഡ് കൂട്ട് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ ഒരു 3 മണിക്കൂറോളം വെക്കണം. ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിൽ ഒരു 3-4 മണിക്കൂർ വയ്ക്കുമ്പോഴേക്കും നല്ല ക്രീമി ആയിട്ട് വരും. നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിൽ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും കസ്റ്റാർഡും കൂടി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ടെടുക്കാം. നല്ല ടേസ്റ്റുള്ള